വ്യക്തമാണ്, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇനിയും നജീബ് സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പ്രയാസമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വിട്ടുകൊടുക്കാൻ, ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞങ്ങൾ തടയുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെടേണ്ട എന്റെ ഉസ്താദ് ഒരിക്കലും പ്രയാസപ്പെടരുത് എന്ന് ഒരിക്കലും പ്രയാസപ്പെടുന്നില്ല. നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ വന്നവരെ ഇങ്ങോട്ട് അടുപ്പിക്കാതെ അവർ ഹിക്മത്ത് തന്ത്രപരമായിട്ട് നിങ്ങൾ പുറകിലിരുത്തിയിരിക്കുകയാണ്. അത് ഒരിക്കലും അനുവദനീയമല്ല. ഞങ്ങൾ പരസ്പരം അടുത്തിരുന്ന് ചർച്ച ചെയ്താണല്ലോ തീരുമാനം പറയുന്നത്. ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിട്ടാണല്ലോ അറിയിക്കേണ്ടത്, മറുപടി പറയേണ്ടത്. അതിന് നിങ്ങൾ അവസരം തരുന്നില്ല. അത് തികച്ചും ഒരു തെറ്റായ പ്രവണതയാണ്. കാരണം നമ്മൾ ഹക്കും ബാത്തിലും വേർതിരിക്കാനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഒരാൾക്ക് ഓർമ്മയില്ലാത്ത മറ്റൊരാൾ ഓർമ്മപ്പെടുത്തിയതാണ്. അതിനുള്ള അവസരം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് തടഞ്ഞു. അത് വല്ലാത്തൊരു മോശമായ അതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. നമ്മളെന്ന് വെച്ചാല് എന്റെ ഒരു കാര്യം മനസ്സിലാക്കണം. നജീബ് സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായിട്ട് ഒരു വാദപ്രയോഗത്തിനൊക്കെ നമ്മൾ ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ബേജാറാകണ്ട. ഇതെന്ന് വെച്ചാൽ ഞങ്ങള് പല വാദപ്രയോഗം, ഞങ്ങളിപ്പോ നൗഷാദ് ഹസനി, റഫീഖ് ഹസനി, ഞങ്ങൾ CD കേട്ടിട്ടില്ലേ? പേരോട് മുസ്ലിയാർ ഹുസൻഗഡിയായിട്ട് വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. ഞങ്ങള് ഇടമുട്ടത്ത് പേരോട് മുസ്ലിയായിട്ട് വാദപ്രയോഗം നടത്തിയിട്ടുണ്ട് ഞങ്ങള്. അതുപോലെ തന്നെ അതിനുശേഷം പറയട്ടെ ഉസ്താദ് അവിടെ ഇരിക്കൂ, സമാധാനപ്പെടൂ. അതിനുശേഷം പിന്നെ വന്ന നൗഷാദ് ഹസനിയുമായിട്ട് കുന്നത്തേരിയിൽ വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തലശ്ശേരിയിൽ വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. അതൊക്കെ എന്ന് വെച്ചാൽ ഈക്വൽ ടൈമാണ്. ഞങ്ങൾ രണ്ടു കൂട്ടരും ഇങ്ങനെ ഇരിക്കും, രണ്ട് അവർ ചർച്ച ചെയ്യും, ഞങ്ങളും ചർച്ച ചെയ്യും, ഞങ്ങൾ മറുപടി പറയും. അപ്പൊ ഇവിടെ ഇദ്ദേഹം വന്നപ്പോ വിചാരിച്ചെന്ന് വെച്ചാൽ കൂട്ടമായി വന്നിരുന്നിട്ട് കൂടിയാലോചിച്ച ഒരു ഒച്ചയമ്പകളൊക്കെ ഉണ്ടാക്കി. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി സുഗമമായി നടക്കണ്ടേ, ഈ ഫള് കിട്ടണ്ടേ, ഈ ശ്രേഷ്ഠത കിട്ടണ്ടേ. അപ്പോ കാര്യപ്പെട്ട ഒരാൾ, എന്റെ നജീബ് ഉസ്താദ് ഒരു കാര്യം മനസ്സിലാക്കണം. അതെന്താണ്? അദ്ദേഹം വന്നപ്പോൾ ആദ്യമായി പറഞ്ഞ വാചകം അദ്ദേഹം മറന്നുപോയിരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഞാൻ കുറച്ച് പണ്ഡിതന്മാരുമായിട്ടാണ് വന്നത്, ആ പണ്ഡിതന്മാരുടെ പ്രതിനിധിയായിക്കൊണ്ടാണ് വന്നത്, അപ്പൊ ഖലീഫയായിക്കൊണ്ടാണ് വന്നത്. അപ്പൊ ഖലീഫയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കൂടെയുള്ള പ്രജകളുടെ സംബന്ധിച്ച് അല്ലെങ്കിൽ അനുയായികളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഗ്രാഹ്യവും അറിവും ഉണ്ടാകേണ്ട ആളാണ്. അപ്പൊ അവർക്ക് എന്തൊക്കെ ഈ വിഷയത്തെ അറിയാം നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. മാത്രല്ല ഇനി ചർച്ച ചെയ്ത് പഠിക്കാൻ പോലുള്ള ഈ വിഷയം അല്ല, ഇത്രയും കാലമായിട്ട് പഠിച്ചില്ലേ, ഇനിയിപ്പൊ ചർച്ച ചെയ്തിട്ട് പഠിക്കണോ ഈ വിഷയം? പണ്ടൊരു മുസ്ലിയാർ കൂട്ടുപ്രാർത്ഥന നടത്തി അതിനെ സംബന്ധിച്ച് തെളിവ് ചോദിച്ചൊരു സാധാരണക്കാരൻ. അങ്ങനെ അതിങ്ങനെ ചർച്ചയായി കഴിഞ്ഞപ്പോ അവസാനം മുസ്ലിയാർ പറഞ്ഞു ഞാൻ കിതാബ് നോക്കട്ടെ. അപ്പൊ ഈ സാധാരണക്കാരൻ ചോദിച്ചു ഇത്രയും കാലം കിതാബ് നോക്കാതെയാണോ ഇത് നടത്തിയത്? അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇത് അറിയപ്പെട്ട മഅറൂഫായ വിഷയല്ലേ. ഇതൊക്കെ നമ്മൾ സഖാഫി എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേക കോഴ്സൊക്കെ അല്ല ഇതൊക്കെ പഠിക്കാൻ, പ്രത്യേക ആ രൂപത്തിലുള്ള നോട്ട്സ്, സുലൈമാൻ സഖാഫിയുടെ നോട്ട്സ് ഒക്കെ ഇടയിലുണ്ട്. അപ്പോ ആ രൂപത്തിലുള്ള നോട്ട്സ് ഒക്കെ എടുത്ത് പ്രയോഗിക്കണ്ടേ? അപ്പൊ ആ സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. അത് കണ്ടിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ തമാശ ഇങ്ങനെ പറയും, ഇങ്ങനെ ചോദ്യം കേൾക്കുമ്പോ. അല്ലാതെ ഈ വിഷയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ചർച്ച ഇവിടെ നടത്തേണ്ട കാര്യം ഇല്ല. നേരെ മറിച്ച് ഞങ്ങൾ ആ വിഷയം പഠിച്ചിട്ടാണ് പറയുന്നത്, അത് അറിഞ്ഞിട്ടാണ് പറയുന്നത്. അത് വളരെ വ്യക്തമായി അതിന്റെ ഉദ്ധരണികള്, അതിന്റെ തെളിവുകള്, ആ തെളിവുകൾ വെച്ചിട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത് സംസാരിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിന് ചോദ്യം ഉണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ഒരു ഉസ്താദ് വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് ചാൻസ് കൊടുക്കാം. സഹോദരൻ നജീബിന് ചോദ്യമുണ്ടെങ്കിൽ, ഹലോ സഹോദരൻ നജീബിന് ചോദ്യം ഉണ്ടെങ്കിൽ ഒരു അവസരം കൂടി നൽകും. ഒരു ഞങ്ങൾ കൂടെ വന്ന് അടുത്തിരിക്കുന്നതിന് നിങ്ങൾ എന്തിനു പേടിക്കണം? ഞങ്ങൾ പേടിക്കുന്നില്ല. നിങ്ങൾ ഒരു കസേര, നിങ്ങൾ അടുത്ത ആൾക്ക് അവസരം നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യമാണ് പറയുന്നത് പ്രചരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? ഞങ്ങൾ കൂടെ വന്നവർ നിങ്ങൾ എന്തിനു പേടിക്കണം? മൗലവി നജീബ് അദ്ദേഹത്തിന് അവസരം നൽകുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. വീട്ടിലും ജായിസിന്റെ മാനദണ്ഡം നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് പറയാനും സാധ്യമല്ല എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഞങ്ങളോടൊപ്പം വന്നവരെ ഞങ്ങളുമായിട്ട് സഹകരിക്കാൻ അനുവദിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് എന്ന് മാത്രം അറിയിക്കുന്നു. ശരി, അടുത്ത ആള് വരട്ടെ. നമ്മുടെ നജീബ് മൗലവി ഇവിടേക്ക് വന്നത് എന്റെ സംശയം തീരുവോളം എനിക്ക് അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ സംശയം തീർന്നു. അദ്ദേഹം ചെറിയൊരു പ്രതിഷേധത്തോടുകൂടി അദ്ദേഹം പിരിഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. സംശയം തീരുവോളം ഞാൻ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹം ശ്വാനസഞ്ചാരവും സ്ത്രീ പള്ളി പ്രവേശവും കൂട്ടിച്ചേർത്തു. പിന്നെ ഹുക്കുമ് ചോദിച്ചു. എല്ലാത്തിനും ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാര് വളരെ നല്ല രൂപത്തിൽ സൗമ്യമായിക്കൊണ്ട് ഗുണകാംക്ഷയോടുകൂടി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ നമ്മുടെ സഹോദരൻ നജീബിനെ അക്കാര്യം ഇൻഷാ അല്ലാഹ് ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹം ചിന്തിക്കും, പഠിക്കും, അദ്ദേഹത്തിന് ഉപകരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആൾക്കുള്ള അവസരമാണ്.